ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെയിൻ സ്റ്റിച്ചും മാജിക് സ്റ്റിച്ചും. രണ്ടും ഏകദേശം ഒരുപോലെയാണ്, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്കതിനായിട്ട് രണ്ട് ലൈൻ വരച്ചെടുക്കാം, ഒന്ന് ചെയിൻ സ്റ്റിച്ചിന്, ഒന്ന് മാജിക് സ്റ്റിച്ചിന്. അപ്പോൾ നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെയാണ് മാജിക് സ്റ്റിച്ച് വരുന്നത്. രണ്ട് കളർ വരും, ചെയിനിൽ തന്നെ രണ്ട് കളർ വരും. ചെയിൻ സ്റ്റിച്ചിൽ, നോർമൽ ചെയിൻ സ്റ്റിച്ചിൽ ഒറ്റ കളറേ വരും. അപ്പോൾ ആദ്യം നമുക്ക് ചെയിൻ സ്റ്റിച്ച് പഠിക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ക്ലോത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. നന്നായി ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ സൂചിയിൽ നൂലൊക്കെ കോർത്ത് എൻഡിൽ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ താഴെ നിന്ന് മുകളിലോട്ടൊന്ന് കുത്തിയെടുക്കുക. ലൈൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. നൂല് ഫുള്ളായിട്ട് ഇങ്ങനെ മുകളിലോട്ട് വലിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നൂല് ഇതേപോലെ ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടൊന്ന് പിടിച്ചിട്ട് നമ്മൾ കുത്തിയെടുത്തില്ലേ, ആ ഹോളിൽ തന്നെ ഒന്ന് താഴോട്ട് കുത്തിയിട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പേസ് വിട്ട് കുറച്ച് നീക്കി ഒന്ന് മുകളിലോട്ടൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് ആ നൂല് സൂചിയുടെ അടിഭാഗത്ത് വരത്തക്ക വിധം വെക്കണം. ഇങ്ങനെ സൂചിയുടെ അടിഭാഗത്ത് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വലിച്ചെടുക്കണം. അപ്പോൾ ഒരു ചെയിൻ നമുക്ക് വീണു. ഇനി അടുത്ത ചെയിൻ ഇടാനായിട്ട് നമ്മളിപ്പം കുത്തിയെടുത്തില്ലായിരുന്നു ആ സ്പേസ്, ആ ഹോളിൽ തന്നെ വീണ്ടും ഒന്ന് താഴത്തോട്ടൊന്ന് കുത്തുക. ഒരു സ്പേസ് വിട്ട് വീണ്ടും കുത്തിയെടുക്കുക. ആ നൂല് ഇതേപോലെ അടിയിലോട്ടൊന്ന് വയ്ക്കുക. ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. അതേപോലെ വീണ്ടും ഇപ്പോൾ കുത്തിയെടുത്ത ആ സ്ഥലത്ത് തന്നെ, ആ ഹോളിൽ തന്നെ വീണ്ടും താഴത്തോട്ട് കുത്തുക. കുറച്ച് സ്പേസ് വിട്ട് വീണ്ടും ഇങ്ങനെ കുത്തിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ല ഒരു ചെയിൻ പോലെ വരുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ലൈൻ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. തൊട്ട് മുന്നേ കുത്തി ആ ഹോളിൽ തന്നെ വീണ്ടും കുത്തി ഒരു സ്പേസ് ഇട്ട് നൂല് സൂചിയുടെ അടിയിൽ വരത്തക്ക വിധം ഒന്ന് വലിച്ചെടുക്കുക. നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ചെയിൻ സ്റ്റിച്ചും. ഇതേപോലെ ഒന്ന് എടുക്കുക. ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ലൈൻ ഫുള്ളായിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ എൻഡ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എൻഡിൽ നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ അവസാനത്തെ സ്റ്റിച്ച് ഇട്ടതിന് ശേഷം, അപ്പോൾ ഇതുവരെ നമ്മൾ ചെയിനകത്തല്ലേ കുത്തി താഴോട്ട് ഇറക്കിയത് അടുത്ത ചെയിൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നോട്ട് ഇടാനായിട്ട് ആ ചെയിനിൻ്റെ വെളിയിലായിട്ടാണ് കുത്തേണ്ടത്. ആ ചെയിൻ്റെ എൻഡിൻ്റെ തൊട്ടടുത്തായിട്ട് താഴോട്ടൊന്ന് കുത്തുക. ഇതേപോലെ ഒന്ന് താഴത്തോട്ട് കുത്തി അടിയിലൊരു കെട്ടിട്ട് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയിനൊന്ന് ലോക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ചെയിന് കൊടുക്കുന്ന ഈ ഗ്യാപ്പെല്ലാം ഈക്വൽ ആയിരിക്കണം, എങ്കിലേ ചെയിൻ എല്ലാം ഒരേ ഈക്വൽ സൈസിൽ നമുക്ക് ചെയിൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് വലുത് ഒന്ന് ചെറുതായി ഒക്കെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പിറകു വശം വരുന്നത് ഇങ്ങനെയാണ്, ചെറിയ ലൈൻ പോലെയാണ് പുറകു വശം വരുന്നത്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് മാജിക് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ രണ്ട് നൂല് നമ്മൾ ഒരുമിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ റെഡും ബ്ലൂവും എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, റെഡും ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഈ രണ്ട് നൂലും നമുക്ക് ഒരുമിച്ചൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ കെട്ടിട്ടിട്ട് നമ്മൾ സാധാ സൂചിയില്ലേ, നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്ത സാധാ സൂചി, അതിൽ തന്നെയാണ് ഈ രണ്ട് നൂലും ഒരുമിച്ച് കോർത്തെടുക്കേണ്ടത്. അത് കയറിക്കോളും, കുഴപ്പമില്ല. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും നമുക്ക് ഒരു സൂചി തന്നെ ഈ രണ്ട് നൂലും ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നമ്മൾ സൂചിയിൽ രണ്ട് നൂല് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാജിക് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. ഒരു സ്കെയിലെടുത്ത് നമ്മൾ റഫായിട്ടൊരു ലൈൻ വരയ്ക്കുന്നുണ്ട്. ലൈൻ വരച്ചിട്ട് ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് എടുത്തതുപോലെ തന്നെ അടിയിൽ നിന്ന് നമുക്ക് രണ്ട് നൂല് ഒരുമിച്ച് മുകളിലോട്ട് കുത്തിയെടുക്കാം. ഇതുപോലെ ഒന്ന് അടിയിൽ നിന്ന് കുത്തിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കണം. വലിച്ചെടുത്തിട്ട് നമുക്ക് ഈ നൂലിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് നമുക്ക് രണ്ട് നൂലിനെ, ഇതിപ്പോൾ ചുറ്റിയിരിക്കുന്നില്ലേ, അതിനതിങ്ങനെ പിരിച്ച് വയ്ക്കണം. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നൂൽ കുരുങ്ങിപ്പോകും. അതുകൊണ്ടാണ് പിരിച്ചെടുക്കാൻ പറഞ്ഞത്. അങ്ങനെ പിരിച്ചതിന് ശേഷം നൂല് കുത്തിയെടുത്തില്ലേ, ആ ഹോളിൽ തന്നെ ഒന്ന് കുത്തി ചെയിൻ സ്റ്റിച്ചിൽ ചെയ്തതുപോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. എടുത്തതിന് ശേഷം
ഇനിയാണ് നമ്മൾ സ്റ്റിച്ചിൽ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമുക്ക് ഏത് നൂലാണോ വേണ്ടത് ആ നൂല് സൂചിയുടെ അടിയിലോട്ട് വിട്ടിട്ട് മറ്റേ നൂല് മുകളിലോട്ട് വിടണം. ഇപ്പോൾ ഞാൻ നീല നൂലാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നീല നൂല് സൂചിയുടെ അടിയിലാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ, റെഡ് മാറി ബ്ലൂ മാത്രം അവിടെ വന്നു ഫസ്റ്റ് ചെയിനിൽ. ഇനി അടുത്ത് നമ്മൾ ആ കുത്തിയ ആ ഹോളിൽ തന്നെ വീണ്ടും കുത്തി ഒരു ചെറിയ സ്പേസ് അങ്ങോട്ട് വിട്ട് സൂചി മുകളിലോട്ട് എടുത്തതിന് ശേഷം അടുത്ത റെഡ് നൂല് നമുക്ക് സൂചിക്ക് അടിയിലോട്ട് കൊടുക്കാം. ഏത് കളർ ചെയിനാണ് വരേണ്ടത് ആ ചെയിന് വേണ്ട നൂല് സൂചിയുടെ അടിയിൽ കൊടുക്കണം. മറ്റേ നൂല് ഇതുപോലെ മുകളിലോട്ടങ്ങ് എടുത്ത് ഇങ്ങനെ ഇടണം. വേണ്ട നൂല് സൂചിയുടെ അടിയിലോട്ടും കൊടുക്കണം. അപ്പോൾ റെഡ് അടിയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്നു. 2 നൂലുള്ളതുകൊണ്ട് നമുക്ക് വലിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടല്ല, ഒരു ടൈറ്റ് കാണും. ഇങ്ങനെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ അടുത്ത് ബ്ലൂ മാറി റെഡ് വന്നു. വീണ്ടും നമുക്ക് തൊട്ട് മുന്നേ കുത്തിയ ആ സ്പേസിൽ ആ ഹോള് ഇതുപോലെ ഒന്ന് കുത്തി അല്പം ഗ്യാപ്പിട്ടെടുത്തിട്ട് നീല നൂല് സൂചിയുടെ അടിയിലോട്ടൊന്ന് വിട്ടിട്ട് റെഡ് നൂല് മുകളിലോട്ടാക്കി വിടുക. ഇതേപോലെ ഒന്ന് വിടുക. അങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുമ്പോൾ റെഡ് നൂലകത്ത് പോയി ബ്ലൂ നൂല് മുകളിൽ വരും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് മാജിക് സ്റ്റിച്ച് വരുന്നത്, ഓരോ കളർ മാറി മാറി വരുന്നത്. വീണ്ടും അതേപോലെ തന്നെ വീണ്ടും കുത്തുക. അടുത്ത റെഡ് നൂല് സൂചിക്ക് അടിയിലാക്കുക. ലൈൻ തെറ്റിപ്പോകാതെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണേ. ആ ലൈനിന് കറക്റ്റായിട്ട് വന്ന് ഇനി റെഡ് നൂലകത്ത് അടിയിൽ കൊടുത്ത് ഇതുപോലെ ഒന്ന് കൊടുത്ത് ബ്ലൂ നൂല് മുകളിൽ വരുന്ന രീതിയിൽ എടുക്കുക. ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് മാജിക് സ്റ്റിച്ച്. നൂല് വലിക്കുമ്പോൾ ഒരു ടൈറ്റ് ഉണ്ടാവുന്നേ ഉള്ളൂ, അല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ലൈൻ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മാജിക് സ്റ്റിച്ച്. ഉണ്ട്, ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. ഇങ്ങനെ ഓരോ കളറായിട്ട് മാറി മാറി നമുക്ക് സൂചിയുടെ അടിയിൽ കൂടെ വലിച്ചെടുത്താൽ മതി. നമുക്ക് മാജിക് സ്റ്റിച്ച് റെഡിയാവും. നമുക്ക് ആ ലൈൻ ഫുള്ളായിട്ടൊന്ന് മാജിക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ഒരൊറ്റ കളറിൽ എല്ലാ ചെയിനും വരും. മാജിക് സ്റ്റിച്ച് ഡബിൾ കളറിൽ മാറി മാറി വരും. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ചും മാജിക് സ്റ്റിച്ചും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ചെയിൻ സ്റ്റിച്ച് വെച്ച് ഒരു ഡിസൈൻ തുണിയിൽ ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഈ പിക്ചറാണ്, ഒരു മഴവില്ലിൻ്റെ ഒരു പിക്ചറ്. അപ്പോൾ അതിന് ഓരോ ലൈൻ ഏതൊക്കെ കളർ വേണമെന്നൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ്, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ, വൈറ്റ്, ഇത്രയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ മഴവില്ലേ. അപ്പോൾ റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ് ഒന്നും എനിക്ക് നൂല് തികഞ്ഞില്ല, അതാണ് അത് മാറ്റിയിട്ട് ഞാൻ പിന്നെ ബ്ലൂവിൻ്റെ 3 ഷെയ്ഡ്, ഗ്രീൻ്റെ 2 ഷെയ്ഡ്, യെല്ലോയുടെ 2 ഷെയ്ഡ്, ഓറഞ്ച് 2 ഷെയ്ഡ്, റെഡ് 2 ഷെയ്ഡ് അങ്ങനെ എടുത്തിരിക്കുന്നത്. പിന്നെ സ്കൈക്ക് ഞാൻ വെള്ള കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ മഴവില്ല്? ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ടാറ്റാ.